പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഡാറ്റ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള റോമിംഗ് സേവന വ്യവസ്ഥ നിരോധിച്ച കുവൈത്ത് ഉപഭോക്താക്കളിൽ നിന്ന് അമിത നിരക്കുകൾ ഈടാക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നടപടിയെന്ന് അധികൃതർ. കുവൈത്തിൽ മൂല്യത്തിലും അളവിലുമുള്ള പാക്കേജുകളുടെ രൂപത്തിൽ ഡാറ്റ റോമിംഗ് സേവനങ്ങൾ നൽകണമെന്ന മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സേവനദാതാക്കൾക്ക് കർശന നിർദ്ദേശം. എക്സ് പ്ലാറ്റ്ഫോം വഴി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാക്കേജുകൾക്ക് പുറത്തുള്ള ഡാറ്റ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കി സേവന നിരക്കുകൾ ഈടാക്കിക്കൊണ്ട് ഡാറ്റ റോമിംഗ് സേവനങ്ങൾ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു. റോമിംഗ് ഡാറ്റ ചാർജ് നിശ്ചയിക്കുന്നത് നിലവിലെ രീതിക്ക് പകരം നിശ്ചിതവും വ്യക്തവുമായ പാക്കേജുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പരിമിതമായ നിരക്കുകളായിരിക്കണം ഈടാക്കേണ്ടതെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപഭോക്താക്കളുടെ പാഴ്സലുകളും കൊറിയറുകളും കൃത്യമായ മേൽവിലാസത്തിൽ എത്തിക്കണമെന്ന് സൗദി. തപാൽ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കും. പാഴ്സൽ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയത്. നിയമലംഘനം നടത്തുന്ന ഡെലിവറി കമ്പനികൾക്ക് 5000 റിയാൽ പിഴ ചുമത്തും. പാഴ്സൽ ഡെലിവറി ചെയ്യാതിരിക്കുകയോ കാലതാമസം ഉണ്ടാകുകയോ ചെയ്താൽ പരാതിപ്പെടാൻ നിലവിൽ സംവിധാനമുണ്ട്. ഗുണഭോക്താവിന് നേരിട്ട് പാഴ്സൽ ഡെലിവറി കമ്പനിക്ക് പരാതി നൽകാം. കമ്പനി പ്രതികരിക്കാതിരിക്കുകയോ 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പരാതി പരിഹരിക്കുകയോ ചെയ്തില്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിക്ക് പരാതി നൽകാം. ഇവർക്കെതിരെ അതോറിറ്റി നടപടിയെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കണമെന്ന സൗദി ഷൂറ കൗൺസിൽ. വാണിജ്യരംഗത്തെ എല്ലാ മേഖലകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉടൻ നടപ്പിലാക്കണമെന്നും നിർദ്ദേശം. സൗദി അറേബ്യയിൽ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ജനറൽ അതോറിറ്റി സ്ഥാപിക്കണമെന്ന് പാർലമെന്റായ ഷൂറ കൗൺസിൽ ആവശ്യപ്പെട്ടു. കൗൺസിലിന്റെ പതിവ് യോഗത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. വാണിജ്യരംഗത്തെ എല്ലാ മേഖലകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സമ്പ്രദായം ഉടനടി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. വിപണിയെ ആകർഷിക്കുന്നതിനും വിനോദസഞ്ചാരത്തെ ആകർഷിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി സൗദി പ്രവർത്തിക്കുന്നതിനാൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആവശ്യമാണെന്നും കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കി. ഹിജ്റ 1445-46 സാമ്പത്തിക വർഷത്തേക്കുള്ള വാണിജ്യ മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള അൽ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു. റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കൗൺസിൽ അംഗങ്ങൾ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റമദാനിൽ ഓൺലൈൻ വഴി അനധികൃത ധനസമാഹരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുമായി UAE. സൈബർ സുരക്ഷാ കൗൺസിലാണ് ഉത്തരവിറക്കിയത്. നിയമലംഘകർക്ക് 6 മാസം തടവോ 5 ലക്ഷം ദിർഹം പിഴയോ ഇവ രണ്ടും ചേർത്തോ ശിക്ഷ ലഭിക്കും. സുരക്ഷിതമെന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ ഓൺലൈൻ ഇടപാട് നടത്താവൂ എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. റമദാൻ ആരംഭിച്ചതു മുതൽ അജ്ഞാത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങൾ വ്യാപകമായതോടെയാണ് മുന്നറിയിപ്പ്. രാജ്യത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണ്. സർക്കാരിന്റെ ജീവകാരുണ്യ സംഘടനകളാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർ ഇവരുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലെ തെരുവുകൾ ഇനി കൂടുതൽ സുന്ദരമാകും. സുസ്ഥിര നഗരവികസനം ലക്ഷ്യമിട്ട് ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്സ് അതോറിറ്റി ദുബായ് മുനിസിപ്പാലിറ്റിയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. നഗരത്തിന്റെ കാഴ്ചഭംഗി വർദ്ധിപ്പിക്കുന്നതിനും പൊതു ഇടങ്ങളിലും റെസിഡൻഷ്യൽ ഇടങ്ങളിലും കലാപരമായ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. എമിറേറ്റിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ജീവിതത്തിനും ജോലിക്കും വിനോദത്തിനുമുള്ള ഒരു ആഗോള ലക്ഷ്യസ്ഥാനം, സർഗാത്മകതയുടെ കേന്ദ്രം എന്നീ നിലകളിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗം കൂടിയാണ് പുതിയ കരാർ. പ്രാദേശിക അന്തർദേശീയ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയായിരിക്കും നഗരഭാഗങ്ങളെ ചിത്രങ്ങളാൽ അലങ്കരിക്കുക. റോഡുകളിലെയും സൂഖുകളിലെയും മതിലുകളിലും ചുവരുകളിലും ദുബായ് നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്ന മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കും. അതോടൊപ്പം പ്രധാന നഗര കേന്ദ്രങ്ങൾ കലാപരമായ ഇൻസ്റ്റലേഷനുകൾ സ്ഥാപിക്കുകയും ചെയ്യും. കലാസൃഷ്ടികളും പ്രദർശിപ്പിക്കുന്നതിനും അവ ചിത്രീകരിക്കുന്നതിനും അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവ താമസക്കാർക്കും സന്ദർശകർക്കും പുതിയ ദൃശ്യാനുഭവം നൽകുന്ന ഇടങ്ങളായി പരിവർത്തിപ്പിക്കും. എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു ഓപ്പൺ എയർ ആഗോള ആർട്ട് ഗാലറിയായി ദുബായിയെ മാറ്റുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.